പാകിസ്ഥാനിൽ ഉഗ്രസ്ഫോടനം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിലെ അർദ്ധസൈനിക വിഭാഗമായ ഫ്രോണ്ടിയർ കോർപ്സിൻ്റെ ആസ്ഥാനത്തിന് പുറത്താണ് ശക്തമായ കാർ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ വെടിയൊച്ച കേട്ടതായി മാധ്യമങ്ങൾ പ്രദേശവാസികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. നഗരത്തിൽ സുരക്ഷയും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി ബലൂചിസ്ഥാനിൽ സംഘർഷം നിലനിൽക്കുന്നു. ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾ നിരന്തരം പ്രദേശത്ത് ആക്രമണം നടത്തുകയാണ്. ബലൂചിസ്ഥാൻ്റെ ആസ്ഥാനവും ഏറ്റവും വലിയ നഗരമാണ് ക്വറ്റ. ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ്സിനെ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു. യാത്രക്കാരിൽ ഭൂരിഭാഗം പേരെയും പാക് സൈന്യം പിന്നീട് മോചിപ്പിച്ചു. സംഘർഷത്തിൽ പാക് സൈനികരും ബലൂച്ച് ലിബറേഷൻ ആർമി വിഘടനവാദികളും കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ പാക് അധിനിവേശ കാശ്മീരിൽ വൻ പ്രക്ഷോഭമാണ് അരങ്ങേറുന്നത്. ഷഹ്ബാസ് ഷെരീഫ് സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം. പ്രക്ഷോഭത്തിന് നേരെ കഴിഞ്ഞ ദിവസം വെടിവെപ്പുണ്ടായി. 2 പേരുടെ മരണത്തിനിടയാക്കിയ പ്രക്ഷോഭത്തിൽ 22 പേർക്കോളം പരിക്കേറ്റു. അവാമി ആക്ഷൻ കമ്മിറ്റിയിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെയാണ് പാകിസ്ഥാൻ സൈന്യവും ISI പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസും വെടിവെയ്പ് നടത്തിയത്. ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രക്ഷോഭമെന്നാണ് സമരക്കാർ പറയുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കുമെന്നും അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് പറഞ്ഞു.